അന്നേരം നമ്മളിപ്പോ നിൽക്കുന്ന ആശ്രാമം മൈതാനത്ത് അല്ലേ ബിലി? എടാ ബിലി, ആശ്രാമം മൈതാനത്തല്ലേ? എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട്? ആനയെ കൊള്ളാവോ? അടിപൊളിയാന്നാ? വാ വാ വാ, നമുക്ക് അകത്തോട്ട് പോവാം. വായോ. വാ അതുകൊണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാന്നാ? നോക്കിയാൽ ഫുള്ള് വലിയ ആന നിൽക്കുന്നുണ്ട. അവിടെയുണ്ട്, ആ ഭാഗത്തും ഉണ്ട് ആന. അതോ ആ ഭാഗത്തും ആനയുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തും ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. രണ്ട് ഇഷ്ടപ്പെട്ടാ? അത് തുള്ളിക്കോ, കൈകൊണ്ട് തുള്ളു. ഇതാണ് നോക്ക്. ആശ്രാമം മൈതാനം നമ്മൾ പൂരം നടക്കുന്ന പുരയിടത്തിലാണ്, പൂരം നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പീലി, ആനമാവേ കൊള്ളാവോ? ഏതാനയാ മോക്ക് വേണ്ടത്? കുട്ടിയാനെ വേണോ? ഏത് വേണോന്ന് പറ. ഏതിനാണ് കുട്ടിയാനെ വെച്ചോ? പറയടാ, ഏത് ആനയാ മോക്ക് വേണ്ടതെന്ന് പറ. കുട്ടിയാനെ വേണം. അതിനകത്ത് ഏത് വേണം മോക്ക്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഏതാനയാ നോക്കിയേ?
ഒന്ന് ഫ്രീ ആയിട്ട് പുള്ളിക്കാരെ വിളിച്ചോളാം. ഓക്കെ. 3 റോസ് 100 രൂപ നിരക്കിലുള്ള റോസുകൾ, 2 റോസ് 100 രൂപ നിരക്കിലുള്ള റോസുകൾ, 1 റോസ് 100 രൂപ നിരക്കിലുള്ള റോസുകൾ, ചെമ്പരത്തി ചെടികൾ, പിച്ചി തൈകൾ, പിച്ചക തൈകൾ, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികൾ, അതായത് 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി വരിക്കപ്ലാവിൻ തൈകൾ, മുന്തിരി തൈകൾ, സ്ട്രോബെറി ചെടികൾ, പിച്ചി തൈകൾ, പിച്ചക തൈകൾ കുമാർ നഴ്സറി സ്റ്റാളിൽ നിന്നും കാണാവുന്നതാണ്, വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ എരപിടിയൻ സസ്യങ്ങൾ, അതായത് മാംസഭോജിയായ സസ്യം, അതേപോലെ തന്നെ ഇവിടെ വന്ന് നോക്കി കണ്ടെടുക്കാവുന്നതാണ്. 3 എണ്ണം 100 രൂപ നിരക്കുള്ള റോസുകൾ, ഇവിടെ മുതൽ അവിടെ വരെ ഏതെടുത്താലും 3 എണ്ണം 100. അതേപോലെ തന്നെ 1 എണ്ണം 100 രൂപ ടൈപ്പ് റോസുകളുണ്ട്. അതേപോലെ ഓൺ റൂട്ട് വെറൈറ്റി റോസുകളുണ്ട്, നാടൻ പനിനീർ റോസ് ഇരിപ്പുണ്ട്. അതേപോലെ ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ വന്ന് നോക്കി കണ്ട് വാങ്ങാവുന്നതാണ്. ഡാലിയ ചെടികൾ, ചട്ടിയിൽ നിന്ന് കായ്ക്കുന്ന കുറ്റിക്കുരുമുളക് തൈകൾ, പിച്ചി തൈകൾ, പിച്ചക തൈകൾ നോക്കി സമാധാനത്തിൽ ഒടിയാതെ എടുത്താൽ മതി, നോക്കി കണ്ടെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോട്ടുകോണം മാവിൻ തൈകൾ, ഓൾ സീസൺ വെറൈറ്റി മാവിൻ തൈകൾ, ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതിലേ കായ്ക്കുന്ന മാവിൻ തൈകൾ, പ്ലാവിൻ തൈകൾ, 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി വരിക്കപ്ലാവിൻ തൈകൾ, അസ്തമയ സൂര്യന്റെ ചുമന്ന ചുളയുള്ള വരിക്കപ്ലാവിൻ തൈകൾ ഒരു കുടക്കീഴിൽ കുമാർ നഴ്സറി സ്റ്റാളിൽ നിന്നും വാങ്ങാവുന്നതാണ്. പച്ചക്കറി തൈകൾ 10 രൂപ മുതലുള്ള പച്ചക്കറി തൈകൾ, മുന്തിരി തൈകൾ, കംബോഡിയൻ മുന്തിരി തൈകൾ, അതായത് ഒരു 3-4 കിലോ തൂക്കം വരുന്ന മുന്തിരിക്കൊല വീഴുന്ന മുന്തിരി തൈകളാണ് കംബോഡിയൻ മുന്തിരി എന്നറിയപ്പെടുന്ന മുന്തിരി തൈകൾ. അതിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ മൊത്തം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സമയം പോലെ നോക്കി കണ്ട് വാങ്ങാവുന്നതാണ്. നേരെ 1 ലക്ഷം രൂപ പിടിക്കുന്ന നിക്കോഡിയ ചെടികൾ മുതൽ ഒരു ബൊഗെയിൻവില്ല, നല്ല അടിപൊളി വെറൈറ്റി ബൊഗെയിൻവില്ല ചെടികൾ വരെ ഒരു കുടക്കീഴിൽ കുമാർ നഴ്സറി സ്റ്റാളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. കറങ്ങുന്ന പമ്പരോ? ഇത് കരിമ്പിൻ ജ്യൂസിന്റെ മെഷീനാണ്. കരിമ്പിൻ ജ്യൂസിന്റെ മെഷീൻ അല്ലേ? അതെ. ഇത് എങ്ങനെയാണ്, എളുപ്പമാണോ പണി? കുഴപ്പമൊന്നുമില്ല. എത്ര കൊല്ലം കൊണ്ടാണ്? ഞാൻ ഏകദേശം ഒരു 35-40 വർഷം കൊണ്ട് 1 രൂപയ്ക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടുക. ഞാൻ 1 രൂപയ്ക്ക് ഒറ്റ രൂപയ്ക്കാണ് ആദ്യം കരിമ്പിൻ ജ്യൂസ് വെക്കുന്നത്. പറഞ്ഞാൽ ഇപ്പോഴുള്ളവർ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടല്ലോ. 1 രൂപയ്ക്ക് എത്ര കൊല്ലം മുമ്പാണെന്ന് പറയണേ? അതൊരു 35 വർഷത്തിന് മുമ്പ് ഓച്ചറ അമ്പലത്തിൽ നമ്മൾ 1 രൂപയ്ക്കാണ് കരിമ്പിൻ ജ്യൂസ്. അതിനകത്താണ് ഇഞ്ചി, നാരങ്ങ, എന്തൊക്കെയാ ചേർത്തേക്കുന്നത്? ഇഞ്ചി, നാരങ്ങ, ഐസ് ക്യൂബ് കൂടെ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞേ? ഇഞ്ചി, നാരങ്ങ, ഐസ് ക്യൂബ്, കരിമ്പ്. കരിമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പച്ചക്കരിമ്പാണ്. പച്ചക്കരിമ്പ്. എവിടെ സ്ഥലം എന്ന് പറഞ്ഞാല്? സ്ഥലം നമ്മുടെ ആശ്രാമം മൈതാനത്ത്, ോടനുബന്ധിച്ചുള്ള ഒരു കടയാണ്. ആണോ ഇത് റിസ്ക് ഉള്ള പണിയല്ലേ? അതെ, റിസ്ക് ഉള്ള പണിയെന്ന് പറഞ്ഞാൽ അതിന്റെ കൈയൊക്കെ അങ്ങ് പോകും അതോട്ട് പോയാൽ. ഭയങ്കര റിസ്ക് ഉള്ള പണിയാണല്ലേ? അതെ. പണ്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നവരെ പറയാറുണ്ട്, ഒരുപാട് ഭയങ്കരമായ കമന്റുകളൊക്കെയാ. പഴയ കരിമ്പിൻ ജ്യൂസ് കഴിച്ചൊന്നും ഇപ്പൊ ഇല്ല. അവരൊക്കെ പണി നിർത്തി പോയി. ഇതാണ് സംഭവം. ഇങ്ങനെ നമ്മളങ്ങോട്ട് കൊടുക്കും. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. ഇത് മൊത്തം ഇഞ്ചി നിറച്ച് വെച്ചേക്കുമല്ലേ? അതാണ് ഇഞ്ചി, നാരങ്ങ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. കരിമ്പിൻ ജ്യൂസ് നല്ല ഗ്ലാസ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. എവിടെ സ്ഥലം? ആശ്രാമം മൈതാനത്ത് നമ്മുടെ കൊല്ലം പൂരത്തിനോടനുബന്ധിച്ചുള്ള ഒരു കടയാണ്. 4 മണിക്കൂറേ ഉള്ളൂ. ആശ്രാമം മൈതാനത്ത് കൊല്ലം പൂരത്തിന് വെച്ചിരിക്കുന്ന താൽക്കാലിക കട. നമ്മുടെ ഓണത്തിനൊക്കെ ഇവിടെ വരും. പേര് എന്റെ പേര് ഹക്കീം എന്ന് പറയും. കൊല്ലം ഹക്കീം. കുടിയടാ കരിമ്പിൻ ജ്യൂസ് കുടിക്ക്. തടിയൊക്കെ അങ്ങോട്ട് വരട്ടെ അല്ലേ? അടിപൊളിയാ, സൂപ്പറാണോ? എന്താ മോന്റെ പേരെന്തുവാ? മുഹമ്മദ് ആദിൽ. അടിപൊളി. കരിമീൻ കുടിച്ചോ. കാലങ്ങൾ നാരങ്ങ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. നാരങ്ങ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഉള്ള കരിമ്പിൻ ജ്യൂസ് കേട്ടാ. കൊള്ളാമോ? കഴിച്ചോ. സ്ലോ ഇട്ടോ.
ഇതൊന്നുമല്ല കേട്ടോ, ലൈവായിട്ട് കൊടുക്കല്ലേ? ഓർഡർ ഏതാണ്ട് 2 പേർക്ക് ഓർഡർ ഉണ്ട്. അവർക്ക് നമ്മളിപ്പോ അത് അടിച്ചു കൊടുക്കുകയാണ്. താണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞേക്കണേ. താണ്ട ഇങ്ങോട്ട് നോക്കിയോ, താണ്ട ഫ്രഷ് കരിമ്പ് ആണ് ഫുള്ള് സെറ്റ് ചെയ്ത് താണ്ട് ഇതുവഴി ഇറങ്ങി താഴോട്ടിരുന്നു അല്ലേ? അതെ അതെ അതെ, നല്ല റിസ്ക് ഉള്ള പരിപാടിയല്ലേ ഇത്? എന്തൊക്കെയാണ് മെയിനായിട്ട് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഈ കരിമ്പ് ഇങ്ങനെയൊന്നും അല്ല, ഇത് കറുത്ത കരിമ്പാണ് വരുന്നത്. നമ്മൾ ചീവി ഇങ്ങനെ വെള്ള കളർ ആക്കി എടുക്കുന്നേ. വെള്ള കളർ അതേപോലെ ചീവി ആക്കി എടുക്കുന്നേ. വയ്ക്കാം എല്ലാം പറ്റും. ഇഞ്ചി ലെമൺ എല്ലാം പറ്റും. ലെമൺ എല്ലാം വേണം. മടക്കിയതിന് ശേഷം ഒന്ന് കാണിക്കണം. നാരങ്ങ നമ്മൾ തോന നാരങ്ങ വെക്കണമെങ്കിൽ തോന നാരങ്ങ വെച്ച് കൊടുക്കും. കണ്ടോ ഒരുപാട് നാരങ്ങ. ഇഞ്ചി കണ്ടോ വെച്ചു. ഇതൊന്നും നമ്മൾ വെറുതെ ചെയ്യണ്ട, മിഷീനകത്ത് തന്നെ അരഞ്ഞങ്ങ് പൊക്കോളും. കണ്ടോ ഒരു രക്ഷയില്ല, മിഷീനകത്ത് തന്നെ അരഞ്ഞങ്ങ് പൊക്കോളും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് നന്നായിട്ട് ചെയ്താൽ ഈ ജ്യൂസ് എല്ലാം ഇങ്ങ് വരും. ഭയങ്കര വെയിറ്റ് ആന്ന് പറയുന്നല്ലോ. വെയിറ്റ് കൂടുന്തോറും ജ്യൂസ് കൂടുതലുണ്ട്. ആണല്ലേ? വെയിറ്റ് കൂടുതൽ, അതിനകത്ത് നല്ല പിടുത്തമായിരിക്കും. പിടുത്തം ജ്യൂസ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് വേണം. ഇതിനെന്തോ കരിമ്പിൻ ചണ്ടി എന്ന് പറയല്ലേ? കരിമ്പിൻ ചണ്ടി. കരിമ്പിൻ ചണ്ടി വെറൈറ്റി സാധനം അല്ലയോ? പണ്ട് പോലെ ഒരുപാടുണ്ടല്ലേ? ഇത് നേരത്തെ വർഷം എത്ര കൊല്ലമായി? ഞാനൊരു 35 വർഷത്തിൽ കൂടുതലായി ഈ കരിമ്പിൻ ജ്യൂസ് കച്ചവടമായിട്ട് ഇറങ്ങി. ഈ കരിമ്പിൻ ജ്യൂസ് എത്ര രൂപയ്ക്കാ ആദ്യമേ വിറ്റത്? ഞാൻ 1 രൂപയ്ക്കാണ് വിറ്റത്. ആദ്യം 1 രൂപ. ചുമ്മാ തള്ളാതെ 1 രൂപ. അതെ, 1 രൂപ. 1 രൂപയ്ക്കാണ് വിറ്റത് ആദ്യമേ. അത് 35 കൊല്ലം മുമ്പാ. അതെ. അന്നത്തെ 35 കൊല്ലത്തിന് മുമ്പുള്ള 1 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 100 രൂപ ആവും. അതെ. അന്ന് അത്രയും വിലയല്ലേ? അതെ. അരിക്കൊക്കെ എന്ത് വില കാണുമെന്ന്? അരിക്കൊക്കെ എന്ത് വില കാണും? അരിയൊക്കെ അന്നെന്തോ 4 രൂപയൊക്കെ ഉള്ളു 1 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് 4 രൂപ. 4 രൂപയ്ക്കൊക്കെ ഉള്ള കാലഘട്ടം. അരിച്ച് എടുത്തതിന് ശേഷമായിട്ട് ഇതേപോലെ ഫ്രഷ് കരിമ്പ് ജ്യൂസ് ഫ്രണ്ടിലല്ലേ? ആളുടെ മുമ്പിൽ നിന്ന് എടുത്ത് അടിച്ചു. കുടിച്ചോ. ഓ അടിപൊളി. സ്ട്രോ വേണ്ട, സ്ട്രോ ഇല്ലാതെയും കൊടുക്കും നമ്മള്. സ്ട്രോ വേണ്ട. ഓക്കെ. കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണേ. അടിപൊളിയാ, സൂപ്പറാ. ഓക്കെ. അടിപൊളി ഒരു കുലുക്കി ചെടിയാണ്. ഒരു വെറൈറ്റി കുലിക്കാനായിക്കോട്ടെ. ഏതാ നീ അടിക്കാൻ പോണ? ഗ്രീൻ ആപ്പിൾ വിത്ത് ബനാനയാ. അടിപൊളി. മനയുടെ സ്ഥലം ഏതായിരുന്നു? പള്ളിമുക്ക്. ഇവിടെ ആശ്രമം മൈതാനം അല്ലേ? മൈതാനത്താണേ. അതെന്തോടാ? ബനാന സിറപ്പ് അല്ലേ? ബനാന സിറപ്പ് അടി. ഇതേതാടാ? വെറൈറ്റിയാണ്. ഗ്രേപ്പ്. അടിപൊളി. നമ്മോട് തുടങ്ങിയാലോ?
മാത്രമല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. മോനെ പേരെന്തായിരുന്നാ? ഷംനാഥ്. ഷംനാഥ് എവിടെ സ്ഥലം? പള്ളിമുക്ക് തന്നെ, കൊല്ലം പള്ളിമുക്ക്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആശ്രാമം മൈതാനത്താണ്. കുടിച്ചേ. എങ്ങനെയുണ്ട്? അടിപൊളിയാ, വെറൈറ്റി സാധനമല്ലേ?